നമുക്ക് നമ്മുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ കഴിയും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല അവൻ്റെ ഒരു ഗുണമാണ് സ്വഭാവം എന്ന് പറയുന്നത്. സ്വഭാവികളായ ആളുകളെ എല്ലാവരും ഇഷ്ടപ്പെടും. അവൻ എവിടെ പോയാലും രക്ഷപ്പെടുകയും ചെയ്യും. പക്ഷേ സ്വഭാവം ഒരാളിൽ ഉണ്ടാവുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. നബിയുടെ ചരിത്രത്തിൽ കാണാം, നബി സ്വഹാബാക്കളുമായി ഒരു നദിക്കരയിലൂടെ, ഒരു പുഴയുടെ അടിയിലൂടെ നടന്നു പോകുന്നൊരു ചരിത്രമുണ്ട്. എന്താണത്? വിധങ്ങളും സ്വഹാബത്തും ഒരു പുഴയുടെ ചാരത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു തേള് അതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താഴുന്നത് മുത്തനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. മുത്തനബിയുടെ സ്വഭാവം നമുക്കറിയാലോ, വലിയ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു തങ്ങൾ പെട്ടെന്ന് ആ കാഴ്ച കണ്ട് തങ്ങളുടെ കൈ കൊണ്ട് ആ തേളിനെ അങ്ങ് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ആ തേള് അതിൻ്റെ തനി സ്വഭാവം പുറത്തെടുത്തു. തേള് മുത്തനബിയുടെ കൈക്ക് കുത്തുകയാണ്. മുത്തനബിക്ക് വല്ലാതെ വേദനയായി. മുത്തനബി ആ കൈ പെട്ടെന്ന് കുടഞ്ഞു. അതാ കിടക്കുന്നു തേള് വെള്ളത്തിൽ. വീണ്ടും അതിങ്ങനെ മുങ്ങിത്താഴ്ന്ന് കണ്ടപ്പോൾ നബി തങ്ങൾക്ക് വല്ലാത്തൊരു സങ്കടം. വീണ്ടും അത് രക്ഷപ്പെടുത്തി, വീണ്ടും അത് കുത്തി. നബി തങ്ങൾ വീണ്ടും കൈ കുടഞ്ഞു. ഇങ്ങനെ 3-4 തവണ ഈ ഒരു സംഭവം ആവർത്തിച്ചപ്പോൾ മുത്തനബിയുടെ അനുയായികൾ, പ്രിയപ്പെട്ട സ്വഹാബത്ത് മുത്തനബിയോട് ചോദിക്കുന്നുണ്ട്, മുത്തനബിയെ, എന്തിനാണ് നിങ്ങൾ അതിന് ഇത്രയും റിസ്ക് എടുത്ത് രക്ഷപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് അതിൻ്റെ പാട്ടിന് വിട്ടുകൂടെ? അത് എന്താ എന്ന് വെച്ചാൽ ആയിക്കോട്ടെ. നബി സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ, ഏതൊരു ജീവിയാണെങ്കിലും അതിനും ഒരു ജീവനില്ലേ? അതിനും ഒരു കുടുംബമില്ലേ? അതിനെ പ്രതീക്ഷിക്കുന്ന ആളുകളുമില്ലേ? അത് അതിൻ്റെ സ്വഭാവം കാണിച്ചു. അതിൻ്റെ സ്വഭാവം അതിനാരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോൾ അതിന് സ്നേഹത്തോടെ വരികയാണെങ്കിലും അക്രമം എന്നേ അത് കരുതൂ. അത് കുത്തുക എന്നുള്ളതിൻ്റെ സ്വഭാവമാണ്. അതതിൻ്റെ സ്വഭാവം കാണിച്ചു. ഞാൻ എൻ്റെ സ്വഭാവം കാണിക്കേണ്ട സ്വഹാബ എന്ന് പറഞ്ഞ് ഒത്തിരി വലിയൊരു ഉപദേശം അവിടെ കൊടുക്കുന്നുണ്ട്. എന്താണത്? നമ്മൾ എത്ര ഇങ്ങോട്ട് ആക്രമിച്ചാലും നമ്മൾ അവരെ സഹായിക്കണം എന്നുള്ള വലിയൊരു മെസ്സേജ് അതിലൂടെ മുത്തനബി പാസ് ചെയ്യുന്നുണ്ട്. ഇതായിരുന്നു മുത്തനബിയുടെ സ്വഭാവം. ആ സ്വഭാവം കണ്ടിട്ടാണ് സ്വഹാബത്തുൽ കിറാം അവിടുത്തെ ജീവിതം ഒപ്പിയെടുത്തത്. അവിടുത്തെ ഓരോ നിമിഷത്തെയും പകർത്തിയത് അങ്ങനെയായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഒരു മനുഷ്യൻ്റെ സ്വഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എപ്പോഴും നല്ല സ്വഭാവത്തോടെ പെരുമാറാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആരുടെ മുമ്പിലാണെങ്കിലും ആരുടെ അടുത്താണെങ്കിലും നമ്മൾ പക്വമായി നിന്ന് നല്ല പെരുമാറ്റത്തോടെ ജീവിക്കുകയാണെങ്കിൽ 2 ലോകവും നമുക്ക് സിമ്പിളായി രക്ഷപ്പെടാൻ കഴിയും. പക്ഷേ ഒരു മനുഷ്യൻ്റെ സ്വഭാവം മാറ്റുക എന്നുള്ളത് അത് നിസ്സാര കാര്യമൊന്നുമല്ല. ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അത്രയും കോംപ്ലിക്കേഷനാണ് അതിലുള്ളത്. അതിലെ മുത്തനബി പഠിപ്പിച്ചത് 2 മലകൾ, അഥവാ ഇപ്പുറത്തും അപ്പുറത്തുമുള്ള 2 സൈഡിലുള്ള മലകൾ, അത് ഇപ്പുറത്തുള്ള മല അപ്പുറത്തേക്കും അപ്പുറത്തുള്ള മല ഇപ്പുറത്തേക്കും ചേഞ്ചായി. അതൊരിക്കലും സംഭവിക്കൂല. അങ്ങനെ ചേഞ്ചായി എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ അത് സംഭവിക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ. അത് അങ്ങനെ ആരെങ്കിലും പറയാൻ നിങ്ങൾ വിശ്വസിച്ചോളൂ. പക്ഷേ ഒരു മനുഷ്യൻ്റെ സ്വഭാവം മാറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം അതിന് പ്രയാസമുള്ള കാര്യമാണ്. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഒരുപാടുണ്ടാകും. നമ്മുടെ ചീത്ത സ്വഭാവങ്ങളെ കൊണ്ട് നമുക്ക് ഒരുപാട് അവസരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് ടെൻഷനുകൾ വരാൻ കാരണം അതൊക്കെ നമ്മുടെ സ്വഭാവം കൊണ്ടും ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ മോശപ്പെട്ട സ്വഭാവം കാരണം കൊണ്ട് നമുക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ ഇടങ്ങളോടും മക്കളോടുമുള്ള പെരുമാറ്റത്തിൽ, സ്വഭാവത്തിൽ എന്തെങ്കിലും ദൂഷ്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും മോശമായതുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ ഒരു സങ്കടമായി മാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ നല്ല സ്വഭാവമുള്ളവരായി വളരണം. ആരോടും എല്ലാവരോടും ചിരിച്ചും എല്ലാവരോടും എങ്ങനെ പെരുമാറണമെന്ന് പഠിച്ച് എല്ലാവരോടും പക്വമായി നല്ല പെരുമാറ്റത്തോടെ ജീവിക്കുകയാണെങ്കിൽ
തീർച്ചയായിട്ടും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് മുത്തുനബിയും അവിടുത്തെ അനുചരന്മാരും കാണിച്ചു തന്നൊരു മാതൃക, ആ മാതൃകയാണ് ഞാൻ ആദ്യമായി ആ ഒരു കഥയിലൂടെ, ആ ചരിത്രത്തിലൂടെ നമ്മോട് പറഞ്ഞത്. നമ്മൾ ഇങ്ങോട്ട് എത്ര നമ്മൾ ആക്രമിച്ചാലും അങ്ങോട്ട് നല്ല സ്വഭാവത്തോടെ നമ്മൾ പെരുമാറുക. ആ നല്ല സ്വഭാവത്തോടെ പെരുമാറുന്നവർക്കാണ് ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്ന് ഖുർആൻ പറഞ്ഞ ആ വലിയ ഒരു പ്രതീക്ഷ, ആ ഒരു വലിയ ഒരു സ്വർഗ്ഗലോകം നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ നല്ല സന്തോഷത്തോടെ എവിടൊക്കെയാണോ ആരോടൊക്കെയാണോ ആരോടൊക്കെയാണോ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്ന് പഠിച്ച് ആ രീതിയിൽ പെരുമാറുക. കുട്ടികളോട് പെരുമാറുമ്പോൾ അവരിൽ ഒരാളായി, ഒരു കുട്ടിയായി നമ്മൾ മാറി അങ്ങനെ നമ്മൾ അവരോട് പെരുമാറുക. വലിയവരോട് പെരുമാറുമ്പോൾ ബഹുമാനത്തിലും ആദരവത്തിലും അവരോട് നിൽക്കുന്ന രൂപത്തിൽ നമ്മൾ പെരുമാറുക. നമ്മുടെ കൂട്ടുകാരോടും നമ്മുടെ സമപ്രായക്കാരോടും പെരുമാറുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പെരുമാറുക. ഇങ്ങനെ എല്ലാവരോടും നല്ല രീതിയിൽ ജീവിച്ച് ജീവിതം സന്തുഷ്ടമാക്കുക. നാഥൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.